കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA വിദ്യാർത്ഥികൾക്ക് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന പേപ്പറിലെ സീക്വൻസ്, സീരീസ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം. 2023 21ാമത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ദി 5th and 10th term of a GPR 32 and 1024 respectively, find the first term and common ratio. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ക്വസ്റ്റ്യന്റെ വർക്ക്ഔട്ട് ചെയ്യുന്ന പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ വീഡിയോ ജസ്റ്റ് വാച്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 2022 19ാമത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി 10th term of arithmetic progression 4, 8, 12. ഇവിടെ AP ആണ് തന്നത്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അതായത് A is equal to 3 ആണ്, 4 ആണ്. D is equal to 8 minus 4, that is equal to 4 എന്ന് കിട്ടും. ഇവിടെ നമ്മളോട് പറയുന്നത് എന്താണ്? ഇവിടെ nth ടേം എന്ന് പറയുന്നത് എത്രയാമത്തെ ടേം ആണ് കാണേണ്ടത്? 10th ടേം ആണ് കാണേണ്ടത്. ഓക്കെ, അതായത് nth ടേം കാണാനുള്ള ഇക്വേഷൻ A പ്ലസ് n മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. അപ്പൊ ഇവിടെ 10th ടേം A10 കാണാൻ A എന്ന് പറയുന്നത് 4 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് 10 ആണ്, മൈനസ് 1 ഇൻറ്റു D എന്ന് പറയുന്നത് 3 ആണ്, 4 ആണ്. അപ്പൊ 4 പ്ലസ് 10 മൈനസ് 1 9 ഇൻറ്റു 4, that is equal to 4 പ്ലസ് 36 is equal to ആൻസർ എന്ന് കിട്ടും 40 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇത്തരത്തിലാണ് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഇനി 2022 ചോദിച്ചിട്ടുള്ള 26ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഫൈൻഡ് ദി 8th ടേം ആൻഡ് 9th ടേം ഓഫ് ദി ജിയോമെട്രിക് പ്രോഗ്രഷൻ 5, 10, 20. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 5 ആണ്. കോമൺ റേഷ്യോ ഈസ് ഈക്വൽ ടു എന്ത് വരും? 10/5. അതായത് ജിയോമെട്രിക് പ്രോഗ്രഷൻ ആകുമ്പോൾ കോമൺ റേഷ്യോ 6 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഇവിടെ നിങ്ങളോട് പറയുന്നത് 8th ടേം കാണാനാണ്. A8, അതായത് നമ്മളെ ജിയോമെട്രിക് പ്രോഗ്രഷന്റെ കേസിൽ nth ടേം കാണാനുള്ള ഇക്വേഷൻ AR/n-1 ആണ്. അതായത് A എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്, R എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്, റീസ് ടു 8-1, അതായത് 5 ഇൻറ്റു 2⁻7 എന്ന് കിട്ടും. അതായത് 5 ഇൻറ്റു 2⁻7 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 128 എന്ന് കിട്ടും. കണ്ടു കഴിഞ്ഞാല് 5 ഇൻറ്റു 128 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 640 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതേപോലെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 9th ടേം ആണ്. A9 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്ത് വരും? 5 ഇൻറ്റു 2:9 മൈനസ് 1 എന്ന് വരും. അതായത് 5 ഇൻറ്റു 2⁸8, 5 ഇൻറ്റു 2⁸8 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 256 എന്ന് വരും. അതായത് 5 ഇൻറ്റു 256 കണ്ടു കഴിഞ്ഞാൽ എത്ര കിട്ടും? 1280 എന്ന് നമുക്ക് ആൻസർ കിട്ടും.